സാറിനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാനും. എന്റെ പൊന്നു സാറേ, ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ജീവിതം കോഞ്ഞാട്ടയായി പോകും. എന്താടോ? എന്റെ ഈശോയെ, എനിക്ക് ഇപ്പോഴാ ആ ബുദ്ധി തോന്നിയത്. പാമ്പിനെ മെഴുകിയ തവളയുടെ അവസ്ഥയില ഞാനിപ്പോ. ഇനി എന്ത് കള്ളത്തരാ താൻ എന്നോട് പറയാൻ പോകുന്നത്? കണ്ടോ, ഇതാണ് എന്റെ കുഴപ്പം. സാർ എന്നെ വിശ്വസിക്കണം. ഞാൻ ആ ഫോട്ടോയുടെ കാര്യമാ പറഞ്ഞു വരുന്നത്. ആ ഫോട്ടോ കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിലും കള്ളനും വഞ്ചകനുമായി സാറേ. ഞാൻ എന്റെ കഷ്ടകാലത്തിന് ആ സാത്താൻ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാൻ പോയത് അതെനിക്ക് വിനയായി സാറേ. ആ ഫോട്ടോയുടെ കാര്യത്തിൽ തനിക്കിപ്പോ എന്താ പറ്റിയത്? ആ കുഞ്ഞിനെ കളിപ്പിച്ച ക്ലാര കുഞ്ഞിന്റെ മുറിയിലേക്ക് കയറിയത്. അപ്പൊ ഇതേ ഇടയ്ക്ക് വെട്ടിയിട്ട മാതിരി ശ്യാം സാറ് തറയിൽ. ശ്യാം സാറല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ എന്ന് കരുതി അതെടുത്ത് പോക്കറ്റ് ഇട്ടോന്നുള്ളത് നേരാ. അത് നേരെ കൊണ്ട് സാറിന്റെ കൈ തരികയും ചെയ്തു. മരിച്ചുപോയ കൊച്ചൊക്കെയുള്ള ഫോട്ടോ അല്ലേ, സാറിന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ച ഛേദമില്ലാത്ത ഒരു ഉപകാരത്തിന് ഞാൻ തയ്യാറായത്. സാർ ഉടനെ പോയി ക്ലാര കുഞ്ഞിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുത്തില്ലേ? അതുകൊണ്ട് എന്താവാ, എന്റെ കഞ്ഞിൽ പാറ്റ വീണ്, അത്ര തന്നെ. കള്ളനാണ് വഞ്ചകനാണെന്ന് പറഞ്ഞ് അവൾ എന്നെ പിടിച്ച് ഗേറ്റിന് പുറത്ത് കളഞ്ഞു സാറേ. ആര്? ക്ലാരയോ? അല്ലാതെ ആര്? അവളെ തലയിൽ ഇടുത്തി വീഴും, നോക്കിക്കോ. വല്ലപ്പോഴും വയറ് വിശക്കുമ്പോ ഓടിച്ചെന്ന് ആഹാരം കഴിക്കുന്ന വീടാ അത്. അതാ ഇല്ലാതായത്. അനാഥാലയത്തിലെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടമാ. മദർ കൽക്കട്ടയ്ക്ക് പോയത് കാരണം ആകെ കുഴപ്പമാ. പുതിയ സിസ്റ്റർക്കാണെങ്കിലോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞിരിക്കുക. സിസ്റ്റർ മാർഗരറ്റ് സ്ഥലത്തില്ലേ? ഇല്ല സാറേ, കൽക്കട്ടയില്ല. സാറേ, ഈ ക്ലാര കുഞ്ഞ് അത്ര നല്ല പുള്ളിയൊന്നുമല്ല. തരകസാന്റെ മകളൊക്കെ തന്നെ. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ ഫോട്ടോയും അവളുമായി എന്തൊക്കെയോ ഡിങ്കോളിഫിക്കേഷൻ ഉണ്ട് സാറേ. അവളെ വിശ്വസിക്കരുത് സാർ. എന്റെ പുറകെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ ആ ക്ലാരെ പിടിച്ചൊന്ന് വരട്ടി നോക്കിയേ, അപ്പോഴറിയാം കാര്യങ്ങള്. തരക സാർ ഒത്തുകളിക്കുന്നുണ്ടോന്നാണ് എന്റെ സംശയം. ഫിലിപ്പോസേ, ഇപ്പൊ താനാണോ അവരാണോ എന്റെ മുന്നിൽ നാടകം കളിക്കുന്ന എന്റെ സംശയം? നാടകം കളിക്കാനോ? എന്റെ സാറേ, പണ്ട് എങ്കാണ്ട ഒരു പള്ളി നാടകത്തിൽ അഭിനയിച്ച ഓർമ്മയെ ഈ ഫിലിപ്പോസിനുള്ളൂ. നാട്ടുകാരുടെ പ്രതികരണം നന്നായിരുന്നത് കൊണ്ട് അന്ന് ആ പണി നിർത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ഫിലിപ്പോസേ, എനിക്കിത്തിരി തിരക്കുണ്ട്. എന്നെ കൂടെ കയറ്റിക്കൊണ്ട് പോവായിരുന്നു. ചെയ്യത്തില്ല. നടക്കാനാ എന്റെ വിധി. നടന്നേക്കാം. സാറേ, ശ്യാം സാറേ, സാർ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? അകത്ത് കയറി കിടക്കായിരുന്നില്ലേ? അല്ല, ഞാൻ വന്നപാടെ ഇവിടെ ഇരുന്നു. ആരും വിളിച്ചില്ല. ഞാൻ അപ്പുറത്തോട് പോയി കഥ തുറക്കാം. ശാലിനി അകത്തുണ്ട്. വന്ന ഉടനെ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ഞാൻ കുറച്ചു സമയം വെറുതെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. എന്താ ശ്യാമേട്ടാ, മുഖം വാടിയിരിക്കുന്നല്ലോ, സുഖല്ലേ? ഏയ്, ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. ഗംഗേച്ചിട്ട് വഴക്കിട്ടോ? ഞാൻ ഏട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഗംഗേച്ചി ഒരു പാവ. കഞ്ചനാമ്മയുടെ കയ്യിൽ നിന്ന് ഗംഗേച്ചി രക്ഷിച്ചെടുക്കുക ശ്യാമേട്ടനിപ്പോ ചെയ്യേണ്ടത്. അല്ലാതെ വഴക്കുണ്ടാക്കി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കരുത്. ഒടുവിൽ എന്റെ ഏട്ടൻ തന്നെ പശ്ചാത്തപിക്കേണ്ടി വരും. ഈ അവസ്ഥയിലും നിനക്കെന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ മോളെ. പക്ഷേ എന്റെ ഇപ്പോഴത്തെ വിഷയം അതൊന്നും അല്ല ശാലു. എന്താണെങ്കിലും അത് എന്നോട് പറഞ്ഞൂടെ? എന്റെ ചില സംശയങ്ങള് ബലപ്പെടുന്നത് പോലെ. എന്ത് സംശയങ്ങൾ? അയ്യര് പറഞ്ഞ എന്റെ കുഞ്ഞ് അത് സത്യം തന്നെ ആയിരിക്കണം എന്ന് വെച്ചാ? എന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്.
നമ്മുടെ കൺവട്ടത്ത് തന്നെയുണ്ട് ശാലു. ഇവിടെയോ? നമ്മുടെ കൺമുമ്പിലോ? ആ, ശ്യാമേട്ട കണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു. എവിടെയാ ശ്യാമേട്ട? എവിടെയാ കുഞ്ഞുള്ളേ? പറയാൻ ശാലു, അത് എനിക്കൊന്നുകൂടെ ഉറപ്പിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് അയ്യരെ ഒന്ന് കാണണം. എന്തു കൊടുത്തിട്ടായാലും ശരി, എന്റെ സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടായാലും ശരി, ഞാനതറിയും. ആരാ വന്നിരിക്കുന്നു നോക്കിയേ, മോന്റെ അങ്കിള്. എന്താടാ എന്തിനാടാ കറിയുന്നേ? ഉറക്കമായിരുന്നോ? ഉറക്കായിരുന്നു. എന്താടാ കുട്ടാ? എന്തുവാ? കരയാതെ. ഇത് കണ്ടോ നീ? അത് മേടിച്ചു. ഇത് നിന്റെ അച്ഛൻ തന്നുവിട്ടതാ. നമുക്ക് അത്തേക്ക് വാ. കിടന്ന് കരയാതട ചെക്ക. വണക്കം സാർ. വിസിറ്റർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അത് ഞാനായിരിക്കും ഒരിക്കലും പ്രതീക്ഷയിലല്ലേ സാർ. സോറി, എക്സ്ട്രീംലി സോറി സാർ. താനെന്താ ഇവിടെ? സാറിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ അറിയാതൊരു ചിരി അങ്ങ് വന്നുപോയി. ക്ഷമിക്കണം. സ്വന്തം തറവാട്ടിലേക്ക് കയറി വരുന്ന കുടുംബാംഗത്തോട് അപരിചിതനായ ഒരാൾ പൂമുഖത്തേക്ക് ഇറങ്ങി വന്നിട്ട് താനാരാ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ഒരു തറവാട്ട് തായ്വഴികളല്ലേ സാറേ? പക്ഷേ എന്ന് കരുതി ഞാനിപ്പോ വന്ന താമസക്കാരനായിട്ടല്ല, ബന്ധു സമാഗമത്തിന്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവല്ലേ ഈ നിൽക്കുന്നത്. താനെന്താ എന്നെ പരിഹസിക്കാണോ? ഏയ്, അഥവാ സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെന്താ ഇത്ര തെറ്റ്? ആരെങ്കിലും കാണിക്കുന്ന മണ്ടത്തരമാണോ സാറി കാണിച്ചത്? ഇതിനായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് അത്രയും കാശൊക്കെ തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഒരീച്ച പോലും അറിയാതെ എല്ലാം പരമരഹസ്യമായി തന്നെ സൂക്ഷിച്ചു. പക്ഷെ സാറായിട്ട് തന്നെ എല്ലാം വിളിച്ചു പറയുകയും ചെയ്തു. ഏതായാലും കാശ് തരുന്നതിന് മുമ്പ് സാറിന് തോന്നായിരുന്നു എന്റെ ഭാഗ്യം. ഇതിനാ പറയുന്നത്, ആരൊക്കെ എന്തൊക്കെ പൂട്ടിക്കെട്ടി വച്ചാലും അനുഭവിക്കാൻ യോഗമുള്ളവൻ വരുമ്പോൾ മഹാലക്ഷ്മി അവന്റെ കൈകളിലേക്ക് താനേ ഒഴുകിയെത്തുമെന്ന്. പിന്നെ താനെന്തിനാ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? അത് പറയാനല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ വൈഫ് പോലും പറഞ്ഞായിരുന്നു. നോക്ക്, നമ്മൾ തമ്മിൽ ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരി തന്നെയാ. അതൊക്കെ എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്തു. ഇനിമേലിൽ താൻ എന്നെയോ എന്റെ കുടുംബത്തെയോ ശല്യം ചെയ്യരുത്. സാർ എന്താ ഈ പറയുന്നത്? ഈ അയ്യർ എപ്പോഴെങ്കിലും സാറിന് ശല്യം ചെയ്തിട്ടുണ്ടോ? അയ്യർ എപ്പോഴും ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. മതി, ചെയ്തു എന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. പക്ഷെ ഇനി വേണ്ട. അപ്പോ ആ കുഞ്ഞിന്റെ കാര്യമോ? സാറിന്റെ അളിയന്റെ കുഞ്ഞെ, സാറ് കാറ് കയറ്റിക്കൊന്ന രേണുകയുടെ കുഞ്ഞ്. എനിക്കതേക്കുറിച്ചൊന്നും അറിയണമെന്നില്ല. അഥവാ അറിയണമെങ്കിൽ തന്നെ തന്റെ സഹായം ആവശ്യമില്ല. അങ്ങനെ എടുത്തിയടി ഒന്നും പറയാതെ സാറേ. ദേ, എനിക്കിനി അധികാലമൊന്നും ഇവിടെ നിൽക്കാൻ ഉദ്ദേശമില്ല. ഞാൻ ഉടനെ മടങ്ങും. അതിനു മുമ്പ് ആ കുഞ്ഞിന് വേണമെങ്കിൽ ഞാൻ കാട്ടിത്തരാം. അധിക പ്രതിഫലമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പ് എനിക്ക് തന്ന കാശിന്റെ പേരിൽ സാറിനൊരു നഷ്ടബോധം ഉണ്ടാകണ്ടെന്ന് കരുതി ഒരു സ്നേഹം. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി. പക്ഷെ പെട്ടെന്ന് വേണം. കുഞ്ഞിന്റെ ഇപ്പോഴത്തെ സംരക്ഷകരുമായി ഞാൻ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അയ്യർ വരട്ടുമാ, നല്ല തിമ്പണ്ണു. അപ്പുറം പാക്കല. Excuse me. Yes.
അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് അല്ലേ? അതെ. ഞാൻ താങ്കളെ അറിയും. പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ എന്നെയും. നിങ്ങൾ സോറി. ആവശ്യഘട്ടങ്ങൾ മാത്രമേ ഞാൻ ആരുടെ മുന്നിലും എന്നെ സ്വയം പരിചയപ്പെടുത്താറുള്ളൂ. ജസ്റ്റ് ഷേക്ക് ഹാൻഡ് പോലും. നമ്മൾ തമ്മിൽ അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾ ആരാ? പറഞ്ഞല്ലോ സാർ, സമയമാകട്ടെ. പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോ എന്നോട് കയറി സംസാരിച്ചത്? അതൊരു ആമുഖമായിട്ട് മാത്രം കരുതിയാൽ മതി. ഇനി കാണുമ്പോൾ അപരിചിതത്തെ ഒഴിവാകുകയും ചെയ്യുമല്ലോ. സാർ അളിനെ കാണാനാകും അല്ലേ? ഞാൻ ജസ്റ്റ് കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ. ഇനി ഉടനെ ഒരു വിസിറ്റർ കൂടി അനുവദിക്കുമെന്ന് അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അഡ്വക്കേറ്റ് ആണെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ സാധിച്ചിരിക്കും. ചെയ്യൂ. എന്താണ് ഇത്? സത്രമാണെന്ന് കരുതിയോ? എങ്ങി തെറ്റി. ഇത് സെൻട്രൽ പ്രിസണാ. കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഇടം. എപ്പോഴും കയറി വരാനൊന്നും പറ്റുകയില്ല. ഇപ്പൊ ഒരുത്തൻ കണ്ടിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിനു മുമ്പ് അടുത്ത ആളെത്തി. പറ്റില്ല. ഓ സാർ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. ഓ താൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്ക. താൻ ആരുവാ? ശ്യാമപ്രസാദ്, ഐ എം ആൻ അഡ്വക്കേറ്റ്. ആരായാലും പറ്റില്ല. എന്തുകൊണ്ട്? ഒരു അഡ്വക്കേറ്റിന് എപ്പോൾ വേണമെങ്കിലും തന്റെ ക്ലയന്റിനെ കാണാൻ ജയിലിൽ വരാനുള്ള പെർമിഷൻ ഉണ്ട്. സാറിന് അത് അറിയില്ല എന്ന് തോന്നുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ ആര് വന്നാലും സന്ദർശനം അനുവദിക്കാതിരിക്കാനുള്ള അധികാരം ഒരു ജയിൽ സൂപ്രണ്ടുണ്ടെന്നുള്ളവരെ തനിക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. സർ പ്ലീസ്. അല്ല മിസ്റ്റർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. സ്വയം കൊലക്കുറ്റം എഴുതി പറഞ്ഞ പ്രതിക്ക് ഇനി ഒരു അഡ്വക്കേറ്റിന്റെ ആവശ്യം? സാർ എനിക്കറിയേണ്ടത് ഗിരിയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. വിളിച്ചോണ്ട് പോയി കാണിക്കണം.